Hi all, I'm Midun. Welcome to Codigo, the coding hub. Class and objects, local variables, local variable alla, instance variables, class variables, constructor. Constructor means init method in Python. അല്ലേ? ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഇതുവരെയായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ക്ലാസ് പ്രോപ്പർലി ക്രിയേറ്റ് ചെയ്യാം. Okay, so I'm just going to create class student. Okay, student. So common variable അല്ലെങ്കിൽ class variable ആയിട്ട് let's have school. School common ആയിരിക്കും. Okay, so ABCD GHSS. Okay, ABCD GHSS. Okay, that's school name. Okay, then we have the constructor defined. Okay, init method. So init method no need to have variables always. ഇവിടെ വേരിയബിൾസ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. പക്ഷേ ഒരു നോർമലി നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുമ്പോൾ അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്ന ഓൺ സ്പോട്ടിൽ ഇനീഷ്യലൈസ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുമ്പോൾ തന്നെ അസൈൻ ചെയ്യേണ്ട കുറച്ച് വേരിയബിൾസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ID അല്ലെ, റോൾ നമ്പർ, പിന്നെ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്. ഓക്കെ, പിന്നെ ക്ലാസ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. സോ ക്ലാസ് കീവേഡ് ആണ്, ബിക്കോസ് ദിസ് ഇസ് കീവേഡ്. നമുക്ക് ക്ലാസ് സ്റ്റഡി ക്ലാസ് കൊടുക്കാം, സ്റ്റഡി ക്ലാസ്. ഓക്കെ, ദെൻ വാട്ട് എൽസ്, റോൾ നമ്പർ, നെയിം, സ്റ്റഡി ക്ലാസ്, class teacher. Okay, these are its object variables. Okay, അപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. സെൽഫ് ഡോട്ട് റോൾ നമ്പർ. സി, ഈ ഇവിടുത്തെ നെയിമും ഈക്വൽ ആയതിനെ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് ലോക്കൽ വേരിയബിൾസ് ആണ്. ഈ സെൽഫ് ഡോട്ട് വരുമ്പോൾ അത് ഒബ്ജക്റ്റ് വേരിയബിൾ ആണ്. ഓക്കെ, ഇത് ഈ ഫംഗ്ഷന്റെ ഇനിറ്റ് ഫംഗ്ഷന്റെ ലോക്കൽ വേരിയബിൾ മാത്രമാണ് ഈ ഇവിടെ എഴുതിയിരിക്കുന്നത്. സെൽഫ് ഡോട്ട് കൊടുക്കുന്നത് അതിന്റെ കറന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വേരിയബിൾ ആണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഒരേ വേരിയബിൾസ് തന്നെ കൊടുത്താലും പ്രശ്നമില്ല അർത്ഥം, ബിക്കോസ് നമ്മൾ സെൽഫ് യൂസ് ചെയ്യുന്നുണ്ട്. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം. ഓക്കെ, സെൽഫ് ഡോട്ട് സ്റ്റഡി ക്ലാസ് ഈക്വൽ ടു സ്റ്റഡി ക്ലാസ്. ഓക്കെ, self dot class teacher equal to class teacher. ഓക്കെ, അപ്പൊ നമ്മൾ 4 വേരിയബിൾസിനെ ഇവിടെ 4 ലോക്കൽ വേരിയബിൾസ് ഇൻസ്റ്റൻസ് വേരിയബിൾസിനെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then let's have some function define display student details. ഓക്കെ, സോ ഡിസ്പ്ലേയിൽ നമുക്ക് പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് ഞാൻ ഡബിൾ കോട്ട് കൊടുക്കുന്നു. ലെറ്റ് മീ യൂസ് എ ഫോർമാറ്റഡ് സ്ട്രിംഗ്. ഓൾറെഡി ഫോർമാറ്റഡ് സ്ട്രിംഗ് പറഞ്ഞതാണ്. സോ നെയിം ഓഫ് ദ പേഴ്സൺ കോളൻ. എങ്ങനെ നെയിം കൊടുക്കുക? ഓരോ ഒബ്ജക്റ്റിനും നെയിം ഡിഫറെന്റ് ആയിരിക്കും. സോ യു ഹാവ് ടു യൂസ് സെൽഫ് ഡോട്ട് നെയിം. സോ ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, ലോക്കൽ വേരിയബിൾ എന്ന് കയറി വരുന്നുണ്ട്. ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സെൽഫ് യൂസ് ചെയ്യണം. സെൽഫ് ഡോട്ട് ആണ് എപ്പോഴും ലോക്കൽ വേരിയബിൾ. അതായത് ക്ലാസിന്റെ ഉള്ളിലെ ഒബ്ജക്റ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിളിനെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സെൽഫ് ഡോട്ട് യൂസ് ചെയ്യണം, സെൽഫ് ഡോട്ട് നെയിം. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഓരോ ഒബ്ജക്റ്റും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ആ സെൽഫ് കൊണ്ടാണ് ആ ഒബ്ജക്റ്റിനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഏത് ഒബ്ജക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, സോ സെൽഫ് ഡോട്ട് നെയിം. സോ സ്ലാഷ് n നെക്സ്റ്റ് ലൈനിലേക്ക്. ഓക്കെ, okay, then roll number again variable ആണ്, self dot roll number slash n. നമുക്ക് എൻ്റർ അടിക്കുകയും ചെയ്യാം കേട്ടോ, അത് ഓട്ടോമാറ്റിക്കലി F വെച്ചിട്ട് വന്നോളും ന്യൂ ലൈൻ. ഓക്കെ, then class. ഓക്കെ, പഠിക്കുന്ന ക്ലാസ് self dot class study class slash n
പിന്നെ നമുക്ക് ടീച്ചർ ക്ലാസ് ടീച്ചർ കോളൻ സെൽഫ് ഡോട്ട് ക്ലാസ് ടീച്ചർ. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. തീർന്നിട്ടില്ല. ലെറ്റ്സ് പ്രിന്റ് സ്കൂൾ നെയിം ഓൾസോ. ഓക്കെ, സോ സ്കൂൾ നെയിം പ്രിന്റ് ചെയ്യുമ്പോൾ സെൽഫ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സെൽഫ് യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, കാരണം എല്ലാ ഒബ്ജക്റ്റുകളും സെയിം ക്ലാസ് വേരിയബിൾസിനെ ആക്സസ് ചെയ്യും. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇത് ക്ലാസ് വേരിയബിൾ ആണ്, സ്കൂൾ കോമൺ വേരിയബിൾ ആണ്. ക്ലാസിന്റെ പേര് യൂസ് ചെയ്താൽ മതി. ക്ലാസിന്റെ പേരെന്താ? സ്റ്റുഡന്റ് ഡോട്ട് സ്കൂൾ. So this is the difference between object variable and class variable. Object variable എന്താണ്, class variable ആണെന്നാണെന്ന് ക്ലിയർ ഇല്ലാത്തവര് പഴയ വീഡിയോസ് കാണുക. പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. സോ വാച്ച് ഓൾ പ്രീവിയസ് വീഡിയോസ് റിഗാർഡിംഗ് ദിസ് oops concept. Okay, so I think you got the idea. Object variables ഉം class variables ഉം ഡിഫറൻസ്. ക്ലാസ് വേരിയബിൾ ആകുമ്പോൾ ക്ലാസ് നെയിം മാത്രം യൂസ് ചെയ്താൽ മതി. You don't want to use object. Okay, so got the idea, right? ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ക്ലാസിന്റെ ഡെഫിനിഷൻ. ഓക്കെ, കംപ്ലീറ്റ് ക്ലാസ്. ഇനി നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ S1 is equal to സ്റ്റുഡന്റ് ഓഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കൺസ്ട്രക്ടർ കോളിംഗ്. സോ ദിസ് ഇസ് ആക്ച്വലി കൺസ്ട്രക്ടർ കോളിംഗ് ആണ്. സോ ഇത് ഇനിറ്റിലേക്കാണ് പോവുക, അല്ലെ? ഇനിറ്റിലേക്ക്. സോ അപ്പൊ നമുക്ക് ഇനിറ്റ് മെത്തേഡിലേക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്. റോൾ നമ്പർ 1. ഓക്കെ, സോ റോൾ നമ്പർ അഖിൽ. ഓക്കെ, 1 അഖിലാണ്. ഓൾറെഡി സെൽഫിന്റെ വാല്യൂ നമ്മൾ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി പൈത്തൺ തന്നെ പാസ് ചെയ്തോളും, ഡോണ്ട് വറീസ്. ആൻഡ് സ്റ്റഡി ക്ലാസ്. ഓക്കെ, സോ 9th. Okay, then class teacher some money. Okay, fine. Okay, so we are passing 4 values. Okay, നമുക്ക് ഇനി S1 വെച്ചിട്ട് S1 dot display student details ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് വെച്ചിട്ട് നമ്മൾ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യും. സോ ലെറ്റ് മീ റൺ ഇറ്റ്. Yeah, name Akhil, roll number 1, class 9th, class teacher Mani, school name ABCDGHS. You are getting every point, right? All details you are getting here. So any see, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഡിഫറൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്ന സമയത്ത് ഏതൊക്കെ വേരിയബിൾസിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അതിന്റെ വാല്യൂസ് കൊടുക്കണം, അവിടെയാണ് അങ്ങനെയുള്ള ഒബ്ജക്റ്റ് വേരിയബിൾസ് ആണ് നമ്മൾ കൺസ്ട്രക്ടറിനുള്ളിൽ കൊടുക്കുക. മാർക്സ് എന്ന് പറയുന്നത്, സ്റ്റുഡന്റിന്റെ മാർക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ തന്നെ ഒരു മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യാം. സംതിങ് കോൾഡ് സെറ്റ് അല്ലെങ്കിൽ അസൈൻ മാർക്സ്. ഡിഫൈൻ സെറ്റ് മാർക്സ്. Okay, so that is also self, because self variables are അല്ലെങ്കിൽ object variables ആണ്. Okay, so mark 1 maybe physics in the mark, physics. Okay, chemistry. Okay, then computer science, then maths. 4 സബ്ജക്റ്റിന്റെ മാർക്കാണ്, 4 സബ്ജക്റ്റ് ഉള്ളൂ എന്ന് വിചാരിക്കുക. Okay, so self dot physics equal to physics. See, ഒരേ പേര് വേണമെന്നില്ല, you can provide different. Self dot chemistry, CHEMISTRY, chemistry equal to CHE. Okay, then self dot CS equal to CS. Self dot maths equal to maths. So ഇവിടെ കൺസ്ട്രക്ടർ കോള് ഇനിറ്റാണല്ലോ കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ ആക്ച്വലി ഇത്രയും വേരിയബിൾസ് ആണ്, ഇത്രയും ഒബ്ജക്റ്റ് വേരിയബിൾസ് ആണ് ക്രിയേറ്റ് ആകുന്നത്. അതിനുശേഷം ഒരു സ്റ്റുഡന്റിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് പിന്നെ ആയിരിക്കും എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്ത് മാർക്സ് കിട്ടുക. അതിനുശേഷം നമ്മൾ എഴുതുന്ന ഒരു മെത്തേഡാണ് സെറ്റ് മാർക്സ്. ഓക്കെ, സെറ്റ് മാർക്സ്.
So ഈ സെറ്റ് മാർക്സ് എന്ന് പറയുന്നത് ഈ ക്ലാസിന്റെ വേരിയബിൾസ് ആണ്. പക്ഷെ നമ്മൾ പിന്നീട് ക്രിയേറ്റ് ചെയ്യും. ഞാൻ അതാണ് പറഞ്ഞത് മ്യൂട്ടേറ്റേഴ്സ്. ഓക്കെ, സെറ്റേഴ്സ് അല്ലെങ്കിൽ മ്യൂട്ടേറ്റേഴ്സ്. ഒബ്ജക്റ്റ് വേരിയബിളിന് വാല്യൂ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന അങ്ങനെയുള്ള മെത്തേഡ്സിനെയാണ് മ്യൂട്ടേറ്റേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, വാല്യൂ ആക്സസ് ചെയ്യുന്ന മെത്തേഡിനെ ആക്സസേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ജസ്റ്റ് കീപ് ഇറ്റ് അസൈഡ്. നമുക്ക് അങ്ങനെ മ്യൂട്ടേറ്റേഴ്സ് ആൻഡ് ആക്സസേഴ്സ് ഇറ്റ്സ് ലൈക്ക് ഇൻ മെത്തേഡ്. നമുക്കൊരു വേണമെങ്കിൽ ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, S1 ആ സ്റ്റുഡന്റിന്റെ ഡോട്ട് സെറ്റ് മാർക്സ് ഞാൻ കോൾ ചെയ്യാണ്. സെറ്റ് മാർക്സ് I just want to pass the physics marks. That is actually 100 ആണെങ്കിൽ 80 for physics, 70 for physics, and CS 90 for CS, and maths he got 95. Okay. Okay. Then one more method I am writing. Define get total അല്ലെങ്കിൽ get average. So സ്റ്റുഡന്റിന്റെ ആവറേജ് മാർക്ക് കിട്ടണം. സോ ഇവിടെയൊക്കെ സെൽഫ് എന്താണെന്ന് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി. എന്താ സെൽഫ്? ആ ഒബ്ജക്ട് ഏത് ഒബ്ജക്ട് വെച്ചിട്ടാണോ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് പാസ് ചെയ്യുന്നതാണ് സെൽഫ്. ഒബ്ജക്ട് ആ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് സെൽഫിലേക്കാണ് പാസ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് ആ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഗെറ്റ് ആവറേജ് എങ്ങനെ ചെയ്യാം? ജസ്റ്റ് റിട്ടേൺ അല്ലെങ്കിൽ പ്രിന്റ് വാട്ടെവർ. നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ട, ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. ഞാൻ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ സെൽഫ് ഡോട്ട് physics plus self dot maths plus self dot chemistry plus self dot cs. ഇത് നാലും ആഡ് ചെയ്യുന്നു. ഓക്കെ, പ്ലസ്. ഓക്കെ, ഇത് നാലും ആഡ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ 4. നമുക്ക് 4 സബ്ജക്റ്റ് ആണ്. സോ ഡിവൈഡ് ബൈ 4. ദാറ്റ് വിൽ ബി ദ ആവറേജ്. റൈറ്റ്. സോ നമ്മൾ സ്റ്റുഡൻസിന്റെ മാർക്ക് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഐ എം ജസ്റ്റ് കോളിംഗ് S1 ഡോട്ട് ഗെറ്റ് ആവറേജ്. സോ സീ ദിസ് ക്ലാസ് സ്റ്റുഡന്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു ക്ലാസ് വേരിയബിൾസ് ഉണ്ട്, കൺസ്ട്രക്ടർ ഉണ്ട്. ക്ലാസ് കൺസ്ട്രക്ടർ അതായത് ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റോൾ നമ്പർ, നെയിം, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന, ക്ലാസ് ടീച്ചറുടെ പേര്, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. പിന്നെ ആ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് മുഴുവൻ ഡിസ്പ്ലേ ആവാനുള്ള ഒരു ബിഹേവിയർ, ഒരു ഫംഗ്ഷൻ, മെത്തേഡ്, മെമ്പർ ഫംഗ്ഷനെയാണ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ആ സ്റ്റുഡൻസിന്റെ മാർക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാം കഴിഞ്ഞിട്ട് മാർക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ പുതിയ കുറച്ചുകൂടി ഒബ്ജക്റ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാണ്. കാരണം ഓരോ സ്റ്റുഡന്റിന്റെയും മാർക്ക് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? ഓരോ സ്റ്റുഡന്റിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും കമ്പ്യൂട്ടർ സയൻസിന്റെയും മാത്സിന്റെയും മാർക്ക് ഡിഫറെന്റ് ആയിരിക്കും. സോ അത് ഉറപ്പായിട്ടും ഒബ്ജക്റ്റ് വേരിയബിൾസ് ആയിരിക്കും. ദെൻ ആവറേജ്, ആ മാർക്സ് ഉപയോഗിച്ചിട്ട് ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യും. അതൊരു ഗെറ്റ് മെത്തേഡ് ആണ്. സോ ഇത്രയും സാധനങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ലെറ്റ്സ് റൺ ഇറ്റ്. ഓക്കെ, സോ നെയിം അഖിൽ, റോൾ നമ്പർ 1, ക്ലാസ് 9th, ക്ലാസ് ടീച്ചർ മണി, സ്കൂൾ നെയിം ABCDGHSS. ഓക്കെ, സോ നമ്മൾ റിട്ടേൺ ചെയ്യുന്നേ ഉള്ളൂ, പ്രിന്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഗെറ്റ് ആവറേജ്. സോ ലെറ്റ്സ് പ്രിന്റ് S1 dot get average. So 83.75. നമുക്ക് വേണമെങ്കിൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, ആവറേജ് marks S1 dot get average. So let me run it one more time. Yeah, average marks 83.75. So you got complete details. നമുക്ക് ഒരു ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. S2 is equal to student of. Okay, so 2, it's actually Dipin. Okay, and he is studying in 8th standard, and his name is his class teacher name is actually Shiny. Okay, fine. Right. Okay, then S2 dot get student details. Okay, then S2 dot set marks. After his exam he got 50, 70, 80, 45. Okay, then I'm just printing his average marks also. Print
average marks, okay, s2 dot get average. So ഇവിടെ രണ്ട് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ I'm just adding a print with the line add ചെയ്യാം. Okay, so let me run it. Okay, name Akhil, roll number 1, class 9, class teacher Mani, school name ABCD GHSS, average marks 83.75. Name Dipin, roll number 2, class 8, class teacher Shiny, class school name ABCD GHSS C, ABCD GHSS, so common on average marks 61.25. So this is a complete example of a class. ഇതിൻ്റെ അകത്ത് നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അകത്ത് നമ്മൾ ക്ലാസ് വേരിയബിൾ ഉണ്ട്, ഒബ്ജക്റ്റ് വേരിയബിൾസിന്റെ കൺസ്ട്രക്ടർ ഉണ്ട്, കൺസ്ട്രക്ടറിൽ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വാല്യൂ അസൈൻ ചെയ്യാൻ മ്യൂട്ടേറ്റേഴ്സ് അല്ലെ അല്ലെങ്കിൽ സെറ്റേഴ്സ്, വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് സെറ്റേഴ്സ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ മ്യൂട്ടേറ്റേഴ്സ് എന്ന് വിളിക്കാം, അതുണ്ട്. ഗെറ്റ് ചെയ്യാൻ ഗെറ്റേഴ്സ്, വാല്യൂ ഗെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗെറ്റേഴ്സ് അല്ലെങ്കിൽ ആക്സസേഴ്സ്, വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എവറിത്തിങ് ഈസ് ദർ. സോ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ മെത്തേഡ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എ കംപ്ലീറ്റ് എക്സാമ്പിൾ ഓഫ് എ ക്ലാസ്. ഒരു കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ ക്ലിയർലി. ഇതിനകത്ത് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ടർ എന്താണ്, ക്ലാസ് വേരിയബിൾ എന്താണ്, ഒബ്ജക്റ്റ് വേരിയബിൾ എന്താണ്, ഒരു കൺസ്ട്രക്ടർ എങ്ങനെ കോൾ ചെയ്യുക, കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എവറിത്തിങ് ആക്ച്വലി ഐ ഇൻക്ലൂഡ്. സോ up to this, watch all videos and get a clear idea. So എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ask in comment section. See you in the next video. Thank you.